ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഈ ചോദ്യപ്പെട്ടി ഉപയോഗപ്പെടുത്തുക, ചോദ്യപ്പെട്ടി തുറക്കുക, 1 by 1 ആയിട്ട് ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുക. ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തിനെ കുറിച്ച്, ഒരു എന്താ പറയുക, ഒരു ഇവന്റിനെ കുറിച്ചൊക്കെ 130, 140 എന്നൊക്കെ പറയുന്നത് വളരെ പ്രതിപാദനമായിട്ടുള്ള വിദ്യാർത്ഥി. അതിനുശേഷം വീണ്ടും നമ്മൾ കേറ്ററ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മറ്റ് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയുടെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഹായ്, നമസ്കാരം. അപ്പോൾ എൻട്രിയുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി കുറേയേറെ ചോദ്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പെട്ടി ഉണ്ടല്ലേ, ആ പെട്ടി നമ്മൾ ഇന്ന് തുറക്കാൻ പോവാണ്. ആ ചോദ്യപ്പെട്ടി തുറക്കുമ്പോൾ ആദ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഏത് ക്വസ്റ്റ്യൻസ് ആണെന്നാ പറഞ്ഞേ? LP-UPയുടെ ഒരു ലാസ്റ്റ് 20 yearsൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. 1 by 1 ആയിട്ട് പല വീഡിയോകളിലൂടെ ആയിരിക്കും അത് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഏറ്റവും ഒടുവിലൊക്കെ നടന്ന 2022 കാലഘട്ടത്തിലൊക്കെ നടന്ന LP-UP ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പാർട്ട് 1, 10,000-ഓളം ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. 10,001 ചോദ്യങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങാണ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ കുറേയേറെ പാർട്ടുകളിൽ നമ്മൾ കവർ ചെയ്യുന്നത് ലാസ്റ്റ് 20 yearsൽ നടന്നിട്ടുള്ള LP-UP എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയാണ്. അപ്പോൾ അത് തുടങ്ങാൻ പോവാണ്. നമ്മൾ 2022 നിന്ന് പുറകോട്ടാണ് നമ്മൾ പോകുന്നത്. LP-UP എക്സാംസിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, സൈക്കോളജിയുടെ അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ആ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു യാത്ര ഉപകാരപ്പെടും. അതിനുശേഷം വീണ്ടും നമ്മൾ കേറ്ററ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മറ്റ് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയുടെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെല്ലാം ഒറ്റയടിക്ക് കേട്ട് തീർക്കാൻ അല്ലെങ്കിൽ അവസാനം എല്ലാം ഒന്നിച്ചെടുക്കാനൊന്നും ഇരിക്കരുത്. കാരണം ഒരു 1 by 1 ആയിട്ട് ഓരോന്ന് ഓർഡറിൽ കണ്ട് പോവുക. ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ടോപ്പിക്കുകളാണെങ്കിൽ, ചില കൺഫ്യൂഷനുള്ള ഫാക്റ്റുകളൊക്കെയാണ്, ചില പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി നൽകിക്കൊണ്ടായിരിക്കും മുമ്പോട്ട് പോവുക. കാരണം തുടക്ക ഭാഗത്ത് ആദ്യമായിട്ട് കാണുന്നവർക്കും ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് യൂസ്ഫുൾ ആവണം എന്നുള്ളതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള. പിന്നീട് മുമ്പോട്ട് പോകും തോറും ഇതേ ടോപ്പിക്കുകളിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് വൈഗോസ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിക്രിയ അധ്യാപനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആദ്യം കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാലേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക് വൈസ് കിട്ടുന്നുണ്ട്, അത് നന്നായിട്ട് യൂസ് ചെയ്യുക. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ വീണ്ടും ഈ ടോപ്പിക്കുകൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് വീണ്ടും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ക്ലാസ്സുകൾക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലും, വീഡിയോയുടെ ലെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറവൊക്കെ ആയിരിക്കും. അതിനുശേഷം വരുന്ന വീഡിയോസിൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുന്നത് കാണാൻ പറ്റും, വീഡിയോയുടെ ലെങ്ത് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് പ്രീവിയസ്ലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാണ്ടാവും. അപ്പോൾ മുമ്പോട്ട് പോകും തോറും നിങ്ങൾക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ കവർ ചെയ്ത് വീണ്ടും റിവിഷൻ കിട്ടുന്നതിനൊക്കെ അത് സഹായകമാകും. നിങ്ങളുടെ ഓർമ്മയിലേക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അരിച്ചിറങ്ങും. ഇത്രയേറെ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ എന്ത് വേണം അല്ലേ? അപ്പം ബാക്കി നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോക്കുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മുമ്പോട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഈ ചോദ്യപ്പെട്ടി ഉപയോഗപ്പെടുത്തുക, ചോദ്യപ്പെട്ടി തുറക്കുക, 1 by 1 ആയിട്ട് ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുക. എല്ലാ അവസാനം ഒന്നിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. കറക്റ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിൽ അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ ആശംസകളും നേരെയാണ്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അവസാനം വരെ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു LP-UP എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്കൊപ്പം ഈ യാത്രയിലൂടെ ഉണ്ടാവും. സോ നിങ്ങളുടെ ക്രിറ്റിസിസവും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കാം സൈക്കോളജിയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ LP-UP എക്സാമുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. 20 yearsലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2022 കാലഘട്ടത്തിൽ നടന്ന എക്സാമുകളിലാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? അപ്പൊ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ തവണയും റിപ്പീറ്റ് അടിച്ചു വന്നിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ നോക്കൂ, അറിവിന്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, ജനാധിപത്യവാദിയായ സംഘത്തലവൻ. ഇതിൽ 4 ഓപ്ഷനിൽ ഈ ഒരു റോളിൽ വരാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്കവിടെ തീർച്ചയായിട്ടും ഒരു ജ്ഞാന നിർമ്മിതിവാദം, അതിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിലുള്ള ഒരു അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത് എന്ന് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം.
ഈ ആശയത്തെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്റെ ആൻസറുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ എഫക്റ്റീവ് ആവുക. അറിവിന്റെ ദാതാവല്ല സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിലെ ഒരു അധ്യാപകൻ, മറിച്ച് അയാൾ പഠന പങ്കാളിയാണ്, അയാൾ ഫെസിലിറ്റേറ്റർ ആണ്, ജനാധിപത്യവാദിയായിട്ടുള്ള സംഘത്തലവനാണ്. അറിവ് ചുമ്മാ കൊടുക്കുന്ന ഒരാളെന്ന് പറയാൻ പറ്റില്ല. സോ സൈക്കോളജിയിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത്, പെഡഗോഗിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിരിക്കണം എടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. എല്ലാം ശരിയാണെന്ന് ചിലപ്പോൾ തോന്നിയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിലുള്ള ആൻസർ ഒരെണ്ണമായിരിക്കും. അതിലേക്ക് തന്നെ എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ അറിവിന്റെ ദാതാവ് എന്നുള്ളതാണ് അവിടെ വരാത്തത് അല്ലെങ്കിൽ റോളിൽ പെടാത്തത് എന്നുള്ളത് മനസ്സിലാക്കാം. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വരുന്നത്? അവിടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് വൈഗോസ്കി വിശേഷിപ്പിച്ചത്, അതായത് അദ്ദേഹം പറയുന്നു, ചിന്തയും അതിന്റെ ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല, കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എന്ന ആശയമാണ് വൈഗോസ്കി ഇതിലൂടെ മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പൊ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെയാണ്, സമൂഹത്തിന്റെ സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് എന്ന് വൈഗോസ്കി പറയുകയാണ്. ഇതിനാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് വൈഗോസ്കി വിളിക്കുന്നു. പഠനത്തിൽ സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ മറ്റൊരു പേരിൽ കൂടി വിളിക്കുന്നുണ്ട്. അത് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം, സോഷ്യൽ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അത് അങ്ങനെ ചോദിച്ചാലും തെറ്റിക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വൈഗോസ്കി തന്നെ ആയിരിക്കും. ഇത് ആരാണെന്നുള്ള ചോദ്യവും ഇതിനു മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സാമൂഹ്യ നിർമ്മിതിവാദം നൽകിയ സൈക്കോളജിസ്റ്റ് ആര് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എപ്പോഴും വൈഗോസ്കി എന്നൊരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? എഗെയിൻ ഐ റിപ്പീറ്റ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിരിക്കണം. നിങ്ങൾക്ക് തോന്നും ക്രിയാഗവേഷണം പറ്റില്ലേ, പരീക്ഷണ രീതി പറ്റില്ലേ, കേസ് സ്റ്റഡി പറ്റില്ലേ, ആത്മനിഷ്ഠ രീതി പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണമേ ഉള്ളൂ. അതേതാ? അതായത് ഇവിടെ ഒരു കുട്ടി, അവന്റെ പേര് ആദർശ് എന്നാണ്, പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല, പതിവായി വൈകി ക്ലാസ്സിലെത്തുന്നു, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവനെക്കുറിച്ച് പഠിക്കാൻ, ആ വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി എന്താ? ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തിനെ കുറിച്ച്, ഒരു എന്താ പറയുക, ഒരു ഇവന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് A to Z എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. കേസ് സ്റ്റഡി എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പിന്നീട് അനക്ഡോട്ടൽ റെക്കോർഡും ഒക്കെ അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ് ഒക്കെ മറ്റ് ഓപ്ഷനുകളായിട്ട് പലപ്പോഴും ചോദിക്കാനുള്ള കാര്യങ്ങൾ അത് എന്താണെന്നുള്ളതിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരിക്കണം. പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സൈക്കോളജി ആദ്യഘട്ടത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില ടോപ്പിക്കുകളാണ് അത് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്രിയാഗവേഷണം അല്ലെ, ആക്ഷൻ റിസർച്ച് എന്താ? ക്ലാസ് മുറിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തെ ഒരു റിസർച്ചറിന്റെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗവേഷകന്റെ ആ ഒരു വൈദഗ്ധ്യത്തോടു കൂടി ഒരു അധ്യാപകൻ ആ ക്ലാസ് റൂം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ്. അതിന് ഒരു ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ക്ലാസ് റൂം പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കാം. പരീക്ഷണ രീതി സാധാരണ രീതി നമ്മൾ പറയാറുണ്ട്. ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ അല്ലെ, സ്ട്രക്ചറലിസത്തിൽ വില്യം വുണ്ടും ടിഷറും ഒക്കെ കൂടി ചെയ്ത പരിപാടിയാണ്. അതായത് ഒരാൾ തന്റെ ഉള്ളിൽ നടക്കുന്ന മാനസിക പ്രക്രിയകളെ സ്വയം കണ്ടെത്തി പറയുന്ന പരിപാടി ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സൈക്കോളജിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്ന ആദ്യകാലങ്ങളിൽ പരീക്ഷണ അല്ലെങ്കിൽ ലാബോറട്ടറികളിലൂടെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അല്ലെ. സൈക്കോളജി ലാബോറട്ടറി ഒക്കെ ആദ്യം സ്ഥാപിക്കുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിനോടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും അല്ല ഇവിടെ കേസ് സ്റ്റഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരാളെ കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേസ് സ്റ്റഡി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ എന്താ കേസ് സ്റ്റഡി? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണിത്. ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം കേസ് സ്റ്റഡി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ക്വസ്റ്റ്യനകത്തും പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിശദമാക്കുന്ന രീതിയിലുള്ള സ്ലൈഡുകൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ കുറേയേറെ ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ കവർ ചെയ്ത് പോകും. അത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂസ്ഫുൾ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും കേസ് സ്റ്റഡി എന്താണ് എന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പ്രത്യേക കേസിന്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. ഇങ്ങനെ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക കേസിന്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ, ഒരു വ്യക്തിയുടെ, ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഇവന്റിന്റെ ഒക്കെ ആഴത്തിലുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് കേസ് സ്റ്റഡി ആണ്. അത് വ്യക്തിയാവാം, ഗ്രൂപ്പ് ആവാം, സ്ഥാപനമാവാം, അതിനെല്ലാം അതിസൂക്ഷ്മമായിട്ട് A to Z അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള അപഗ്രഥിക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്. അപ്പൊ ഹോളിസ്റ്റിക് സമീപനമാണ് എന്തിനുള്ളത്? ഒട്ടേറെ
കാര്യങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കേസ് സ്റ്റഡിക്ക് ഒരു ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ശരിയായ പ്രശ്ന വിശകലനത്തിൽ നിന്ന് പ്രശ്ന പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുമെന്നത് ഈ കേസ് സ്റ്റഡിയുടെ ഒരു മേന്മയായിട്ടും നമുക്ക് കാണാൻ പറ്റും. എന്താണ് കേസ് സ്റ്റഡി എന്ന് വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹായിക്കൽ, കൈത്താങ്ങ് നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെ വന്ന് പോയ ഒരു ചോദ്യം തന്നെയാണ്. അത്തരത്തിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായം, മാർഗനിർദ്ദേശം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലേക്ക് ഓടി വരണം. നിങ്ങൾ BEd അല്ലെങ്കിൽ DEd കാലഘട്ടത്തിലൊക്കെ TTC ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടേമാണ് കൈത്താങ്ങു നൽകൽ അഥവാ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ZPD ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. എന്താണ് കൈത്താങ്ങ് നൽകൽ? ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് മുകളിലേക്ക് കയറി പോകാനായിട്ട്, അല്ലെ? അതിനുവേണ്ട സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിനെയാണ് കൈത്താങ്ങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഉയർന്ന നിലയിൽ എത്താൻ കഴിയും വിധത്തിലുള്ള ഇടപെടലുകളാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ആവശ്യം വേണ്ട സൂചനകൾ, ഇതെല്ലാം ഒന്ന് ഓർത്തിരുന്നുണ്ട്. എല്ലാ കളറിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ, സൂചനകൾ, വിശദീകരണങ്ങൾ, ഉദാഹരണങ്ങൾ, ചിന്തയെ നയിക്കാവുന്ന ചോദ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കുട്ടിക്ക് സ്വയാശ്രയ പഠനം സാധ്യമാകുന്നത് വരെ അധ്യാപകൻ കൈത്താങ്ങ് നൽകേണ്ടതുണ്ട്. സ്കഫോൾഡിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, സ്കഫോൾഡിങ്ങിൽ പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യത്തോടുകൂടി അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ചുവടുറപ്പിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സഹായകമായ താൽക്കാലികമായ തട്ടൊരുക്കി കൊടുക്കലാണിത്. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ കൈത്താങ്ങ് അഥവാ സ്കഫോൾഡിംഗ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം കൈത്താങ്ങ് നൽകേണ്ടത്. ഇപ്പൊ സ്കഫോൾഡിംഗ്, കൈത്താങ്ങ് നൽകൽ, അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ജസ്റ്റ് അതിന്റെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ കൈത്താങ്ങ് നൽകേണ്ടത്. കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനുള്ള ഒരു സാമൂഹിക ഇടപെടലായിട്ട് നമുക്ക് കൈത്താങ്ങിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ ക്വസ്റ്റ്യനിലാണ് വന്ന ഒരു ചോദ്യ പേപ്പർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ഒരേ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത്? വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോ. പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ഒരിക്കലും മറക്കരുത്. സൈക്കോളജിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവർ ചെയ്ത ചില മെത്തേഡ്സ്, ഇതിന്റെയൊക്കെ ടേംസ്, പ്രധാനപ്പെട്ട ചില ടേംസ് ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എവിടെയെങ്കിലും കുറിച്ച് വെച്ചോ, എല്ലാവരുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഒരിക്കലും മറക്കരുത്. ഇപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആരാന്ന് നിങ്ങൾക്ക് അറിയാം. കണ്ടെത്തൽ പഠനം എന്ന് പറയുമ്പോൾ, ചാക്രികാരോഹണം എന്ന് പറയുമ്പോൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേര് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിലൂടെ കാണും കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഉത്തരം പറയാതെ പോകുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് കാണുമ്പോൾ തന്നെ അവിടെ നമ്മുടെ സ്വന്തം വൈഗോസ്കിയെ ഓർത്തിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ വൈഗോസ്കിയുടെ കോൺട്രിബ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടി അവിടെ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കൈത്താങ്ങിനകത്തൊക്കെ ZPD-യിലൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വൈഗോസ്കി. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഓർത്തിരിക്കണം. റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം അതെന്താ സംഭവം? അതെന്താ? അതായത് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട്. അത് അങ്ങനെ തന്നെ ചോദിക്കാം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് വൈഗോസ്കിയുടെ ആശയങ്ങളിൽ നിന്ന് ഉടലെടുത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രതിക്രിയ അധ്യാപനമാണ്. ഈ തന്ത്രം ഇതര വിഷയങ്ങളും ഫലപ്രദമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുകൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ സെന്റൻസ് തന്നെ ഇങ്ങനെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് വായനാ പരിശീലനം കാണുമ്പോൾ വേറെ വല്ലതൊക്കെ വിചാരിച്ചിട്ട് ഉത്തരം മാറ്റി കർപ്പിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഞാനത് വീണ്ടും പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയായിട്ട് അതിനെ കാണണം. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത. അപ്പോൾ വൈകാരിക ബുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരുപാട് തിയറികൾ നമ്മൾ പഠിക്കുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. അത്തരത്തിൽ ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി ഉള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത. ഒരാൾക്ക് എനിക്ക് വൈകാരിക ബുദ്ധി ഉള്ള ഒരാളാണ് ഞാൻ,
നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വൈകാരിക ബുദ്ധി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ വൈകാരിക ബുദ്ധി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളത് ഇല്ലാത്തത്, ശരിയേത് തെറ്റേത് എന്നൊക്കെ ഉള്ളത് മാറിപ്പോകരുത്. ഒറ്റ അടിക്ക് വായിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ ഒരു ചെറിയ തലതിരിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വൺ ടൈം വായിച്ച് ഉത്തരം എഴുതുന്ന സമയത്ത്. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ എടുക്കാൻ പോകണം. സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ വൈകാരികമായിട്ടുള്ള ബുദ്ധി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറേയേറെ നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും. വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വേണ്ടതാണ് അല്ലേ? മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ. അത്തരത്തിൽ ഇമോഷണലി നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൈകാരികമായിട്ട് മറ്റുള്ളവരുടെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ വികാരങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങൾക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിൽ സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതൊരു നല്ല പോസിറ്റീവായുള്ള കാര്യമാണോ? വൈകാരികമായിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് അത് അങ്ങനെ ആയിരിക്കും? അല്ല. മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കും അയാൾ പ്രവർത്തിക്കുക. അല്ലാതെ സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വൈകാരിക ബുദ്ധി ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ വായിച്ചാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നത്? അല്ലെങ്കിൽ ഓർക്കലാണ് ചിന്തിക്കുവാനും കഴിയുന്നത്. പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം. അപ്പൊ ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിലും, ഇപ്പൊ വസ്തു നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുവാനും ചിന്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇവിടെ പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം, ഈ ഘട്ടങ്ങളൊക്കെ കാണുമ്പോൾ ആരുടെ ഘട്ടങ്ങളാണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ബ്രൂണറുടെ ആണോ, പിയാഷയുടെ ആണോ, ആരുടെ ആണെന്നുള്ളത് ഓർമ്മയിൽ വരേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബിംബന ഘട്ടമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ആൻസർ കീയിൽ ബിംബന ഘട്ടമാണുള്ളത്. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ വസ്തുസ്ഥൈര്യം, ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്ന സംഭവമായത്. ഇപ്പൊ എന്റെ മുൻപിൽ ക്യാമറ ഇരിപ്പുണ്ട്, ഞാനൊരു സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാണ്, ക്യാമറയുണ്ട്, ഡിജിറ്റൽ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഈ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം അല്ലെ? ഞാൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ പോയാലും ഈ സ്റ്റുഡിയോയിൽ ഈ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കൺമുൻപിൽ ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ആ ഒരു ഡെവലപ്മെന്റ് വരുന്നതിനെയാണ് ഈ വസ്തുസ്ഥൈര്യം അഥവാ ഒബ്ജക്ട് പെർമനൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും പ്രധാനമായിട്ട് വരാറുണ്ട്. പിയാഷയുടെ ഏത് സ്റ്റേജിലാണ് ഇത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാണ്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നേരം നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘട്ടങ്ങളിലാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. ബിംബന ഘട്ടത്തിലാണ് അത് വരുന്നത്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അധ്യാപക കേന്ദ്രീകൃതം, ഉൽപ്പന്നാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ആവശ്യാധിഷ്ഠിതം. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം കേരള സ്കൂൾ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് എന്തിനാ? LP UP അധ്യാപകരാവാനായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ ഇതെന്ന് പറയുന്നത് പ്രക്രിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി സമീപനമാണ്. അറിഞ്ഞിരിക്കണം. പ്രക്രിയയ്ക്കാണ് അവിടെ പ്രാധാന്യത്തോട് കൊടുക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അധ്യാപക കേന്ദ്രീകൃതം അല്ലെന്ന് നമുക്കറിയാം. ഉൽപ്പന്നാധിഷ്ഠിതമല്ല, ആവശ്യാധിഷ്ഠിതമല്ല, പ്രക്രിയാധിഷ്ഠിതമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദ്യമായിട്ട് വരുന്ന ഒന്നാണ് അല്ലേ? IQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ്. അപ്പം മെന്റൽ ഏജ് ചോദിക്കാം, ക്രൊണോളജിക്കൽ ഏജ് ചോദിക്കാം, IQ ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ ഇക്വേഷൻ ഏതാവും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, IQ = അല്ലെ മെന്റൽ ഏജ് ബൈ ക്രൊണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ചെയ്താൽ മതി. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, മറ്റേത് കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം, കാലിക വയസ്സ് ഇൻറ്റു 100 ആണ്. ഇപ്പൊ 10 വയസ്സ് എന്ന് പറയുന്നത് എന്താ? 10 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ കാലിക വയസ്സാണ്, അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഏജ് ആണ് അവിടെ തന്നിരിക്കുന്നത്. IQ തന്നിട്ടുണ്ട്. അത്ര IQന്റെ സ്ഥാനത്ത് 98 ആണെന്ന് തന്നിട്ടുണ്ട്. മെന്റൽ ഏജ് തന്നിട്ടില്ല. അയാളുടെ മാനസിക വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രൊണോളജിക്കൽ ഏജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്യുക അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ,
0 ക്യാൻസൽ ചെയ്ത് പോക്കോളും. മെന്റൽ ഏജ് കണ്ടുപിടിക്കണം. ചെറിയ മാത്സ് സ്റ്റെപ്പാണ്. 98 ഡിവൈഡഡ് ബൈ 10 വരും അല്ലെ. അതാണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത്. എത്ര ആയിരിക്കും അത് കിട്ടുക? അത് കിട്ടുന്നത് 9.8 ആണ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷനിൽ ഉണ്ടല്ലോ. അപ്പൊ 9.8 ആണ്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ കാണാൻ പറ്റും. 9.8 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പൊ അവിടെ പഠിക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട്. ഏതാ? ബുദ്ധിമാനം, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന IQ, ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം സ്റ്റേൺ ആണ്. മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള അനുപാതത്തിന്റെ ശതമാന രൂപമാണ് ബുദ്ധിമാനം. IQ എന്ന് പറയുന്നത് മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. ഇവിടെ ചോദിച്ചത് മെന്റൽ ഏജ് കണ്ടുപിടിക്കാനാണ്, മാനസിക വയസ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് IQ ആയിട്ട് തന്നിട്ടുണ്ട്. 98 തന്നിട്ടുണ്ടായിരുന്നു. അവിടെ 100 ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? മാനസിക വയസ്സ് എന്ന് പറയുന്നതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഇക്വേഷൻ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനകത്ത് മെന്റൽ ഏജ് ഇപ്പൊ ചോദിച്ചേ. ഇനി വേറൊരു സമയത്ത് വേണമെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് ചോദിക്കാം. മറ്റൊരു സമയത്ത് IQ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഇനി വരാൻ പോകുന്ന LPUP എക്സാമിലും ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനൊപ്പം തന്നെ ഈ ഒരു ചോദ്യം കേട്ടോ, ഇത് ചോദ്യമായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് നമുക്ക് കാണാൻ പറ്റി 2 പോയിന്റ്സ്. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ, അതായത് മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും രണ്ടും തുല്യമായിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടും കൂടി സെയിം വന്നു കഴിയുമ്പോഴത്തേക്കും 1 കിട്ടും അല്ലെ. 1 × 100. അപ്പം 100 ആയിരിക്കും അയാളുടെ IQ. 100 ആയിരിക്കും അയാളുടെ IQ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. മെന്റൽ ഏജും മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായിരുന്നാൽ അവരുടെ ബുദ്ധിമാനം IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. 100ൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധിക്കുറവിനെയും 100ൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. മാത്രമല്ല 130, 140 എന്നൊക്കെ പറയുന്നത് വളരെ പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും കാണിക്കുന്നത്. അത് എത്രയാണെന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത്തരം ക്വസ്റ്റ്യനുകളൊക്കെ കാണും. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതോട് ചേർത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ വിശദീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സങ്കലിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഭിന്നശേഷിക്കാരായുള്ള കുട്ടികളെയും കൂടി സാധാരണ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഒപ്പം പഠിപ്പിക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം റൂൾസ് വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അന്ധവിദ്യാലയങ്ങളാണോ, സ്പെഷ്യൽ സ്കൂളുകളാണോ, ഓപ്പൺ സ്കൂളുകളാണോ, പൊതുവിദ്യാലയങ്ങളാണോ, എവിടെയാണ്? പൊതുവിദ്യാലയങ്ങളിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടുവരിക, ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എവിടെ തന്നെയാ? അത് പൊതുവിദ്യാലയങ്ങളിലാണ്. ഓപ്ഷൻ D ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഇമ്പോർട്ടന്റ് ആണ്. PWD ആക്ട് 1995 വന്ന് 96 നിലവിൽ വന്ന് 2016 വീണ്ടും അതിനെ പുതുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ പ്രാധാന്യത്തോടുകൂടി അറിയേണ്ട കാര്യങ്ങളാണ്. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? മനുവിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നത്. അതിൽ നിങ്ങൾക്കറിയാം, ബാഹ്യ അഭിപ്രേരണ, ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ആന്തരിക അഭിപ്രേരണ. 4 ഓപ്ഷനിൽ ഇതൊന്നും അല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ആന്തരികമാണോ ബാഹ്യമാണോ? ഒരുപാട് പേര് തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ എക്സാമിൽ കേട്ടോ. ആലോചിച്ചിട്ട് വേണം, ചിന്തിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതായിരിക്കും ആൻസർ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. ഏതായാലും നമ്മുടെ ആൻസർ ബാഹ്യ അഭിപ്രേരണയാണ്. അതായത് പുറത്തുള്ള ഒരു സാധനമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ മനുവിന്റെ ലക്ഷ്യം എന്താ? 1ാം സ്ഥാനം ശാസ്ത്രമേളയിൽ നേടുക. അതൊരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട്, പുറത്തുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലം ആഗ്രഹിച്ച അല്ലെ, 1ാം സ്ഥാനം എനിക്ക് വേണം. മറ്റേത് ആന്തരികം എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമുണ്ട്. ആന്തരികം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഉള്ളിൽ നിന്നുള്ള ഒരു പാഷനോട് കൂടി എന്നൊക്കെ പറയില്ലേ, സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതാണ് ആന്തരിക അഭിപ്രേരണയ്ക്കകത്ത് വരിക. ഇതെപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് വിശദമായിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അഭിപ്രേരണ? ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു സാധനമാണ്. അഭിപ്രേരണയെ ആന്തരികം ബാഹ്യം എന്ന് 2ആയിട്ട് തരംതിരിക്കുന്നു. അവയ്ക്ക് യഥാക്രമം നൈസർഗിക അഭിപ്രേരണ എന്നും കൃത്രിമ അഭിപ്രേരണ എന്നും പേരുണ്ട്. ഇതുകൂടി നോട്ട് ചെയ്ത് വെച്ചോണേ, ചിലപ്പോൾ ചോദിക്കാം, തെറ്റിക്കരുത്. DLD ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആന്തരികം ബാഹ്യം എന്ന് 2ആയിട്ട് പറയുമ്പോൾ നൈസർഗിക അഭിപ്രേരണ, കൃത്രിമ അഭിപ്രേരണ എന്ന്
അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പേരുകൾ ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ആന്തരിക പ്രേരണ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നു. അത് ജീവിയുടെ നൈസർഗികമായ വാസനകൾ, ത്വരകൾ, പ്രേരണകൾ എന്നിവയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കുട്ടിയുടെ താല്പര്യം, ഒരു വ്യക്തിയുടെ താല്പര്യം, അയാളുടെ നൈസർഗികമായിട്ടുള്ള വാസന, ത്വര, പ്രേരണകളെല്ലാം ഉൾപ്പെടുന്നതാണ് ആന്തരിക അഭിപ്രേരണ എന്നുള്ളത് മനസ്സിലാക്കുക. ആന്തരിക അഭിപ്രേരണയിലുള്ള വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അയാൾ അതിൽ പ്രകൃത്യാ തൽപരനായതുകൊണ്ടും അത് ചെയ്യുക വഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ്. ഈ രണ്ട് വേർഡ്സ് മനസ്സിൽ കയറ്റി കഴിഞ്ഞാൽ തെറ്റിക്കില്ല. ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ. അതേപോലെ പ്രകൃതിയാ താല്പര്യനായതുകൊണ്ട്, അതായത് അയാൾക്ക് താല്പര്യമാണ്. ഇപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുട്ടികളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് കാണുന്ന ചില പ്രതികരണങ്ങളും അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അവർക്ക് പുതിയൊരു അറിവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ കണ്ണുകളിലെ തിളക്കം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് എന്നെ ഈ പ്രൊഫഷനിലേക്ക് തുടരാനായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ ആന്തരിക അഭിപ്രായങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രം, എല്ലാ മാസവും വരുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ അത് ബാഹ്യ അഭിപ്രായമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ ഒരു നല്ല കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത്, ഇതിന് ഉദാഹരണം മെസ്സി വേൾഡ് കപ്പ് നേടാൻ വേണ്ടി മാത്രമായിട്ട് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ ഒരാളല്ല. ഫുട്ബോൾ കളിക്കുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളിക്കുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഒരാൾക്ക് സന്തോഷം, ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അയാൾ അതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നല്ല കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ട് കാണാം. ക്രിക്കറ്റ് കളിയിൽ വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ അത്തരത്തിൽ ഇൻവോൾവ് ആവുന്നതാണ്. അവർക്ക് സെൽഫായിട്ടുള്ള ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പ്രകൃതിയാൽ അതിൽ സ്കിൽഡ് ആണ്, അവരുടെ കഴിവതാണ്, അവർക്ക് അതിലാണ് സന്തോഷം കിട്ടുന്നത് എന്നുള്ളതാണ് അതിനകത്തെ കാരണം. ആന്തരിക അഭിപ്രേരണ പരപ്രേരണ കൂടാതെ തന്നെ ശ്രദ്ധയും താല്പര്യവും സൃഷ്ടിക്കുകയും അവ പ്രവർത്തനത്തിന്റെ ഒടുക്കം വരെ നിലനിൽക്കുകയും ചെയ്യും. അപ്പം മറ്റൊരാളുടെ പുഷ് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ടീച്ചിങ്ങിലേക്ക് നിങ്ങളും ഞാനും വന്നത് മറ്റൊരാളുടെ പുഷ് കൊണ്ടായിരിക്കരുത്. അങ്ങനെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കണം. സ്വന്തം കഴിവുകൾ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതേപോലെ സച്ചിനും ദ്രാവിഡും കോഹ്ലിയും ഗാംഗുലിയും അല്ലെങ്കിൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഇത്തരത്തിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് വിട്ടതല്ല. അപ്പൊ ആ രീതിയിൽ മറഡോണയൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി വന്നതാണ്. അവരുടെ ഉള്ളിൽ നിന്നുള്ള സാധനം വെച്ചിട്ട് അതിൽ കഴിവ് തെളിയിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിലാണ് ഉള്ളിൽ നിന്നുള്ള ഒരു കഴിവ് വെച്ചിട്ട് അവസാനം വരെ നിലനിർത്തുകയും ചെയ്യും. അല്ലെ, അവർ അവസാനം വരെ അതിന്റെ ഇമ്പാക്റ്റിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യ അഭിപ്രേരണ സൂചിപ്പിക്കുന്നത് വ്യക്തിക്കും പ്രവർത്തനത്തിനും ബാഹ്യമായ അവസ്ഥയാണ്. ഇവിടെ സംതൃപ്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് പ്രവർത്തനത്തിനുള്ളിലല്ല. അപ്പൊ സംതൃപ്തി കിട്ടുന്നത് ചെയ്യുന്ന ആക്ടിവിറ്റിയിലല്ല. അതായത് അത്തരം അഭിപ്രേരണയ്ക്ക് പ്രവർത്തനവുമായി ധർമ്മപരമായി ബന്ധമില്ല. പരീക്ഷ പാസ്സാക്കാൻ വേണ്ടി മാത്രം പുസ്തകം വായിക്കുന്നത് ഉദാഹരണമായി കരുതാം. അതായത് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പുസ്തകം വായിക്കുന്നതും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പുസ്തകം വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് നമുക്ക് ഇൻട്രൻസിക് ആയിട്ടുള്ള അകത്തുനിന്നുള്ള ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് വായിക്കുമ്പോൾ. ഇത് ഈ പരീക്ഷ എങ്ങനെ പാസ്സാകാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇരുന്ന് വായിക്കുന്നത്. അപ്പം പരീക്ഷ പാസ്സാകുന്നു എന്നുള്ളതാണ്, അത് പുറത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണ കാരണമാണ് ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി കുട്ടി എന്തെങ്കിലും പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയല്ല, ബാഹ്യമായ ഏതോ പ്രതിഫലം നേടാനാണ്. പ്രതിഫലം, ഇതൊന്നും ഓർത്തിരുന്നു ആ മഞ്ഞ വാക്ക്. പ്രതിഫലത്തിന് വേണ്ടിയാണോ ചെയ്യുന്നതെങ്കിൽ ബാഹ്യ അഭിപ്രേരണയാണ്. കുട്ടിക്ക് വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുമ്പോൾ സന്തോഷം കൊണ്ട്, ഹാപ്പിനെസ് കൊണ്ട്, അയാൾ ചെയ്യുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നില്ല ചെയ്തത്. പിന്നെയോ പുറത്തിരിക്കുന്ന ഒരു ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു, പ്രതിഫലത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ബാഹ്യ അഭിപ്രേരണ എന്നുള്ളതിൽ അവിടെ ആൻസർ ആയിട്ട് വന്നത്. ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായ ആവേശവും ഉത്തേജനവും അന്തർഭവിച്ചിട്ടുള്ളതിനാൽ അത് ബാഹ്യ അഭിപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം നൽകുന്നു. പഠനത്തോട് അനുകൂലമായ മനോഭാവം സൃഷ്ടിക്കുന്നത് വഴി ആന്തരിക അഭിപ്രേരണ വളർത്താൻ സാധിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. എന്താണ് ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ആ ഒരു ചോദ്യത്തിൽ നിന്ന് വിശദമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പ്രതീക്ഷിച്ചു. നമുക്ക് ഇനിയും അവിടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുറച്ച് വിശദീകരിച്ച് തന്നെ ആയിരിക്കും നമ്മൾ പോവുക. മുമ്പോട്ട് ഇതേ ടോപ്പിക്കുകൾ ആവർത്തിച്ച് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമുക്ക് അതനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. സോ 10,001 യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. വീണ്ടും കാണാം. നന്ദി.